ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാം സ്വതന്ത്ര സമരം എന്താണെന്ന് നോക്കാം. മുഗൾ ഭരണത്തിൻ്റെ പൂർണ്ണമായ പതനത്തിന് കാരണമായ 1857 വിപ്ലവമാണ് ഇന്ത്യയുടെ ഒന്നാം സ്വതന്ത്ര സമരമെന്ന് അറിയപ്പെടുന്നത്. 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മിററ്റിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട വിപ്ലവത്തിന് പ്രധാന കാരണം മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയ തരം തിരകൾ നിറച്ച എൻഫീൽഡ് തോക്ക് ഉപയോഗിച്ച് വെടിവെക്കാൻ ഇന്ത്യൻ ഭടന്മാരെ നിർബന്ധിച്ചു എന്നതാണ്. 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപകേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു ഒന്നാം സ്വതന്ത്ര സമര സമയത്തെ മുഗൾ ഭരണാധികാരി. ഒന്നാം സ്വതന്ത്ര സമരത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൽ പാണ്ഡെ. 1857 വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ആദ്യ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് കേണൽ ജോൺ ഫിനിക്സ്. 1857 വിപ്ലവത്തിൻ്റെ ഭാഗമായി മംഗൽ പാണ്ഡെ വധിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ജെയിംസ് ഹ്യൂഗ്സൺ ആണ്. മംഗൽ പാണ്ഡെ ഉൾപ്പെടുന്ന സൈനിക വിഭാഗമാണ് 34ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെൻ്റ്. അതാണ് 34ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെൻ്റ് എന്നത്. ഗ്രീസ് പുരട്ടിയ വെടിയുണ്ട ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ അഡ്ജുട്ടൻ്റ് ബോഗിനെ 1857 മാർച്ച് 27 കൊലപ്പെടുത്തുകയും ചെയ്ത ഇന്ത്യൻ സൈനികനാണ് മംഗൽ പാണ്ഡെ. ആരാണ്? അഡ്ജുട്ടൻ്റ് ബോഗിനെ അല്ലേ. 1857 വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യമുദ്രയെന്ന് ചപ്പാത്തിയും ചുവന്ന താമരയും. 1857 മെയ് 12 വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശമാണ് ഡൽഹി കേട്ടോ. ഗോളിയർ, ഝാൻസി എന്നീ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കിയ ബ്രിട്ടീഷ് മേധാവിയായിരുന്നു ഹ്യൂഗറോസ് ആയിരുന്നു. നാനാ സാഹിബിൻ്റെ പട്ടാള മേധാവിയായിരുന്ന താന്തിയോ തോപ്പി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ചു. അപ്പോൾ നാനാ സാഹിബിൻ്റെ പട്ടാള മേധാവി ആരായിരുന്നു ചോദിച്ചാൽ താന്തിയോ തോപ്പിയാണ്. താന്തിയോ തോപ്പിയുടെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ. കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ പേഷ്വ ബാജിറാവുവിൻ്റെ ദത്തുപുത്രനായ നാനാ സാഹിബായിരുന്നു. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നാനാ സാഹിബിൻ്റെ യഥാർത്ഥ നാമം ദോണ്ടു പന്ത് എന്നാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്തപ്പെട്ടത് 1858 ജൂലൈ മാസത്തിലാണ്. എപ്പോഴാണ് അടിച്ചമർത്തപ്പെട്ടത്? 1858 ജൂലൈ മാസത്തിലാണ്. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ജോൺ നിക്കോൾസൺ ആണ് ഡൽഹിയിലെ വിപ്ലവത്തെ അടിച്ചമർത്തിയത്. അപ്പോൾ ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? ജോൺ നിക്കോൾസൺ ആണ്. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ് പ്രഭുവാണ്. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ ക്യാമ്പലാണ്. ഉത്തർപ്രദേശിലെ പ്രധാന കലാപ കേന്ദ്രങ്ങളായിരുന്നു മിററ്റ്, ലക്നൗ, ആഗ്ര, അലഹബാദ്, മധുര, അലിഗഡ്. ഏതൊക്കെയാണ്? മിററ്റ്, ലക്നൗ, ആഗ്ര, അലഹബാദ്, മധുര, അലിഗഡ് എന്നത്. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. ആരാണ്? നാനാ സാഹിബാണ്. 1857 വിപ്ലവത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. അപ്പോൾ 1857 വിപ്ലവത്തിൻ്റെ വന്ധ്യവയോധികൻ ആരാണ്? കൻവർ സിംഗ് ആണ്.